ശുശ്രൂഷക്കാരെന്ന് പറയുന്നത് വിരുന്ന് സദ്യ ഒരുക്കുവാനായിട്ട് വന്ന ആളുകളാണ് ഈ ശുശ്രൂഷക്കാർ എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ മറ്റുള്ളവരോടൊന്നും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ആരോടാണ്? ഈ സദ്യയുടെ അത് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീട്ടുകാർ, അവരോടൊക്കെയാണ് ഈ ശുശ്രൂഷക്കാർക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ആ വീട്ടുകാർ പറയുന്നത് മാത്രം ഇവർ അനുസരിച്ചാൽ മതി. അപ്പോൾ പരിശുദ്ധ അമ്മ പറയുമ്പോൾ ഇവരെ അനുസരിക്കാനുള്ള കാരണം എന്താണ്? അമ്മ ആ വീട്ടുകാരിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അമ്മയെ അവരനുസരിക്കുന്നത്. അമ്മ എന്താ പറഞ്ഞത്? മോൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുവനെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, അമ്മ അവിടെ ഇടപെടുവാനായിട്ടുള്ള കാരണം എന്താണ്? അമ്മയുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു വീടാണ് എന്നുള്ളത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകണം. എലിശബ വിളിച്ചു പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ, ആ ഒരു ബന്ധം നമുക്കും ഉണ്ടാകുമ്പോഴാണ് അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ സഭയിൽ തന്നെ, പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിൽ തന്നെ അമ്മയെ മുട്ടത്തോടിനോട് ഉപമിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്.